Okay. Listen here. We are going to start page number 58. Something is there in that box. It's very sunny here. Okay. Listen. Can you see that box shown? Page number 58. Okay. We are going to learn about grammar and degrees of comparison. എന്താണ് പഠിക്കാൻ പോകുന്നത്? Degrees of comparison. 6th കുറച്ച് പഠിച്ചിട്ടില്ലേ നിങ്ങൾ? Degrees of comparison പഠിച്ചിട്ടുണ്ട്. ഞാൻ 6th ടെക്സ്റ്റ് ബുക്ക് നോക്കിയ സമയത്ത് എനിക്ക് കുറച്ച് കാണാൻ പറ്റുന്നുണ്ടല്ലോ ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ ഇല്ലേ? പഠിച്ചിട്ടുണ്ട് നിങ്ങൾ. ഓക്കെ, നോക്കാം എന്താ ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ. മിസ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു കമ്പയർ ചെയ്യുന്നതാണ് അല്ലെ, മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യാണ്. ഏതൊക്കെ ഡിഗ്രീസ് ഉണ്ട്? Degrees of comparison. There are 3 types of comparison. ഏതൊക്കെയാ? ഫസ്റ്റ് വൺ ടെക്സ്റ്റ് ബുക്ക് നോക്കിയേ, പോസിറ്റീവ് ഡിഗ്രി. ഫസ്റ്റ് വൺ പോസിറ്റീവ് ഡിഗ്രി, സെക്കൻഡ് വൺ കമ്പാരിറ്റീവ് ഡിഗ്രി ആൻഡ് തേർഡ് വൺ സൂപ്പർലേറ്റീവ് ഡിഗ്രി. ഏതൊക്കെയാണ്? എന്റെ കൂടെ ഒന്ന് പറഞ്ഞു നോക്കിയേ. ഫസ്റ്റ് വൺ പോസിറ്റീവ് ഡിഗ്രി, സെക്കൻഡ് വൺ കമ്പാരിറ്റീവ് ഡിഗ്രി ആൻഡ് തേർഡ് വൺ സൂപ്പർലേറ്റീവ് ഡിഗ്രി. ഓക്കെ, ഓക്കെ. Adjectives change in the form to show comparison. അപ്പൊ ഏതെവിടെ ചേഞ്ച് ചെയ്തത്? കമ്പാരിസൺ മാറ്റാൻ വേണ്ടിട്ട് adjectives ആണ്. Okay, adjectives change in form to show comparison. Dia page number 58 ലെ ബോക്സ് ആണ്, വേ നോക്കുക. And there are 3 degrees of comparison. എത്ര types of degrees ഉണ്ട്? First one positive, second one comparative and third one superlative. 3 types ഉണ്ട്. The positive degree is the simplest form of the adjective when no comparison is made. ഇനി ഒന്നാമത്തെ ഡിഗ്രി ആണ് ഇത്, പോസിറ്റീവ് ഡിഗ്രി. അതിനെ കുറിച്ചിട്ടാണ് മിസ് പറയാൻ പോകുന്നത്. ഒന്നാമത്തെ ഡിഗ്രി ആയ പോസിറ്റീവ് ഡിഗ്രിയിൽ അഡ്ജക്റ്റീവ് ചേഞ്ച് ചെയ്യുന്നില്ല, ഒരു കമ്പാരിസണും നടക്കുന്നില്ല. ഷോണേ, ഒരു കമ്പാരിസണും അവിടെ നടക്കുന്നില്ല. ദാറ്റ് ഈസ് ദ സിംപ്ലസ്റ്റ് ഫോം ഓഫ് adjective അല്ലെ? അതെന്താണ്? simplest form of adjective ആണ്. The positive degree is the simplest form of the adjective when no comparison is made. ഒരു കമ്പാരിസണും അവിടെ നടക്കുന്നില്ല. That is the simplest form of adjective. And for example, 3 men in a boat is a funny book. Faith, turn on your video. Video on ചെയ്ത ക്ലാസ്സിൽ ഇരിക്കേണ്ട Faith. Okay, example നോക്കിക്കോ. 3 men in a boat is a funny book. Okay, 3 men in a boat എന്ന് പറയുന്നത് ഒരു ഫണ്ണി ബുക്ക് ആണ്. ഏതാ ഇതിന്റെ അഡ്ജക്റ്റീവ്? ഫണ്ണി ഈസ് ദ അഡ്ജക്റ്റീവ്. ഒന്നാമത്തെ ഫോം തന്നെയാണ് അല്ലേ? ഫണ്ണിന് വേറെ മാറ്റുന്നൊന്നുമില്ല. The 3 men in a boat is a funny book. ഫണ്ണി എന്നുള്ളത് അവിടെ മാറുന്നില്ല. That is the simplest form of adjective. ഇനി രണ്ടാമത്തെ നോക്കോ. ഒന്നാമത്തേൽ കമ്പാരിസൺ നടക്കുന്നില്ല ഞാൻ പറഞ്ഞു. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? ഷോൺ ഈസ് എ സ്മാർട്ട് ബോയ്. അതാണ് പോസിറ്റീവ് ഡിഗ്രി ഓഫ് കമ്പാരിസൺ. അവിടെ കമ്പാരിസൺ ഇല്ല, ആരുമായിട്ടും കമ്പാരിസൺ നടത്തുന്നില്ല ഞാൻ ഷോണിനെ. ഇല്ലല്ലോ, ഷോൺ ഒരു സ്മാർട്ട് ബോയ് ആണെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഫെയ്ത്ത് പേജ് നമ്പർ 58 ആണ്. ആൻമരിയ ഈസ് എ ബ്യൂട്ടിഫുൾ ഗേൾ. ആൻമരിയ ഈസ് എ ബ്യൂട്ടിഫുൾ ഗേൾ. അവിടെ ഞാൻ എന്ത് നടത്തിയിട്ടില്ല? ആരുമായിട്ടും കമ്പാരിസൺ നടത്തിയിട്ടില്ല. നമ്മളെ വീട്ടിൽ നിന്നല്ല അമ്മ പറയാറില്ലേ, അവനെ കണ്ടു പഠിക്കുക, അവൻ എന്ത് ഇതാണ്, നിന്നെക്കാട്ടിലും അവൻ പഠിക്കും, നിന്നെക്കാട്ടിലും കാണാൻ എന്താ സൗന്ദര്യം അവനാണ് പറയാറില്ലേ? അമ്മയോ ചേച്ചിമാരോ ഒക്കെ പറയാറില്ലേ? ഇല്ലേ? നിന്നെക്കാട്ടിലും സത്യസന്ധത അവനാണ് എല്ലാം പറയാറുണ്ട് അല്ലെ? അതൊക്കെ എന്താ? കമ്പാരിസൺ ആണ്. നമ്മളെ വേറെ ഒരാളുമായിട്ട് കമ്പയർ ചെയ്യാണ് അല്ലെ? നെക്സ്റ്റ് പിന്നെന്താ പറയാനുള്ളത്? ഡിയ ഈസ് എ ഗുഡ് ഗേൾ. ഡിയ ഈസ് എ ഗുഡ് ഗേൾ. Faith is an honest boy. Faith is an honest boy. ഞാൻ വേറെ ആരുമായിട്ട് കമ്പാരിസൺ നടത്തിയിട്ടില്ല. ഇല്ലല്ലോ. ഫെയ്ത്ത് ഒരു സത്യസന്ധനായ കുട്ടിയാണ്. ഫെയ്ത്ത് ഈസ് ആൻ ഓണസ്റ്റ് ബോയ് എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അത് ഞാൻ ഫെയ്ത്തിനെ ഷോണിനെക്കാട്ടിലും ഫെയ്ത്ത് സത്യസന്ധനായ കുട്ടിയാണെന്ന് ഞാൻ പറഞ്ഞോ? ഇല്ല.
ഫെയ്ത്തിന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ഫെയ്ത്ത് ഈസ് ആൻ ഓണസ്റ്റ് ബോയ് എന്ന് മാത്രമേ മിസ് പറഞ്ഞിട്ടുള്ളൂ. ദാറ്റ് ഈസ് ദ പോസിറ്റീവ് ഡിഗ്രി. ആരുമായിട്ട് ഒരു കമ്പാരിസൺ നടത്തുന്നില്ല. ദാറ്റ് ഈസ് ദ പോസിറ്റീവ് ഡിഗ്രി. മനസ്സിലായോ? മനസ്സിലായോ എന്റെ മക്കൾക്ക്? അഡ്ജക്റ്റീവ് നമ്മൾ സാധാരണ എഴുതുന്ന പോലെ തന്നെ ഒരു സെന്റൻസ്. നെക്സ്റ്റ് സെക്കൻഡ് വൺ നോക്കിയേ, ദ കമ്പാരിറ്റീവ് ഡിഗ്രി. എന്തോ പറഞ്ഞു? കമ്പയർ ആകാതെ നോക്കിയാലാണോ, കമ്പയർ ആയി നോക്കിയാലാണോ മിസ് അഡ്ജക്റ്റീവ്? മനസ്സിലായില്ല മിസ്സിന്? മിസ് കമ്പയറിനെ പറഞ്ഞില്ലേ? കമ്പയർ എന്ന് വെച്ചാൽ എന്താ? ഒരാൾ വെച്ച് താരതമ്യം ചെയ്യുന്നതാണ് അല്ലെ കമ്പാരിസൺ. കമ്പയർ ചെയ്യാം മറ്റുള്ളവരുമായിട്ട്. പിന്നെ മിസ് പറഞ്ഞു, ഇപ്പം ചിലപ്പോ അമ്മ പറയുമായിരിക്കും, നമ്മുടെ നിന്റെ മഞ്ജുമ്മ പറയുമായിരിക്കും. ചോദിച്ചോ, ഡൗട്ട് ചോദിച്ചോ. ഇപ്പൊ അമ്മ പറയുമായിരിക്കും, ഫെയ്ത്ത് നിന്നെക്കാട്ടിലും എന്താ പഠിക്കുന്നത് ഗ്രേസ് ആണെന്ന് വേണമെങ്കിൽ പറയും അല്ലെ. നിന്നെക്കാട്ടിലും നന്നായിട്ട് പഠിക്കുന്ന ഗ്രേസ് ആണെന്ന് പറയും. അല്ലെങ്കിൽ എന്താ, ഗ്രേസിനോട് പറയും നിന്നെക്കാട്ടിലും സത്യസന്ധത കൂടുതൽ ഫെയ്ത്തിനാണെന്ന് പറയും. അവിടെ അമ്മ എന്താ ചെയ്യുന്നത്? രണ്ടാളെയും കമ്പയർ ചെയ്യുക ചെയ്തത്, താരതമ്യം ചെയ്യുക ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പൊ ഈ കമ്പയർ ചെയ്യുന്ന സമയത്ത് അഡ്ജക്റ്റീവ്സാ മാറുക. മനസ്സിലായോ? നമ്മൾ ഒരാളെ പറയുന്ന സമയത്ത് ഫെയ്ത്ത് ഈസ് ആൻ ഓണസ്റ്റ് ബോയ് എന്ന് മിസ് പറയുമ്പോ അതിൽ അഡ്ജക്റ്റീവ് അല്ലേ ഓണസ്റ്റ് അല്ലെ? ഫെയ്ത്ത് എങ്ങനെയുള്ള കുട്ടിയാണ്? വാട്ട് കൈൻഡ് ഓഫ് എ ബോയ് ഈസ് ഹി? എങ്ങനെയുള്ള കുട്ടിയാണ് ഫെയ്ത്ത്? ഫെയ്ത്ത് ഈസ് ആൻ ഓണസ്റ്റ് ബോയ്. ഫെയ്ത്ത് ഒരു സത്യസന്ധനായ കുട്ടിയാണ് അല്ലെ? ഒരാളെ അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാളെ നമ്മള് ക്വാളിഫൈ ചെയ്യുന്നത് എന്തോ അല്ലെ, ഒരാളെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് എന്തോ, അതാണ് എന്താ അഡ്ജക്റ്റീവ്സ്. മനസ്സിലായോ? നാമവിശേഷണമല്ലേ അഡ്ജക്റ്റീവ് അല്ലെ? അല്ലേടോ, നാമം എന്ന് പറഞ്ഞാൽ ഇവിടെ ഫെയ്ത്ത് ആണ്, നൗണ് അല്ലെ? ആ നൗണിനെ നമ്മൾ ക്വാളിഫൈ ചെയ്യണം. എങ്ങനെയുള്ള ഫെയ്ത്ത് ആണ്? ഓണസ്റ്റ് ബോയ് ആണ്. ഫെയ്ത്ത് ഈസ് ആൻ ഓണസ്റ്റ് ബോയ്. ഫെയ്ത്ത് എങ്ങനെയുള്ള കുട്ടിയാണെന്ന് പറഞ്ഞു? സത്യസന്ധനായ കുട്ടിയാണെന്ന് പറഞ്ഞു. അപ്പൊ അവിടെ ഉള്ളത് അഡ്ജക്റ്റീവ് അല്ലേ? നിങ്ങൾക്ക് ബാക്കി കമ്പാരിറ്റീവും സൂപ്പർലേറ്റീവും വരുമ്പോൾ മനസ്സിലാവും. അപ്പൊ അവിടെ മാറുന്നത്, നമ്മൾ കമ്പാരിറ്റീവ് ഡിഗ്രിയിൽ സെക്കൻഡ് ഫോമും തേർഡ് ഫോമും വരുമ്പോ അഡ്ജക്റ്റീവ് ആണ് മാറുന്നത്. മനസ്സിലായോ? ബിഗ്, ബിഗർ, ബിഗ്ഗസ്റ്റ്, ഗുഡ്, ബെറ്റർ, ബെസ്റ്റ്. ഇതൊന്നും നിങ്ങൾക്ക് ഇപ്പൊ മിസ് പറഞ്ഞു തരാം, പറഞ്ഞു മനസ്സിലാക്കി തരാം. ഇതൊന്ന് പറഞ്ഞോട്ടെ മിസ്. അപ്പൊ ഒന്നാമത്തത് മിസ് നിങ്ങൾക്ക് മനസ്സിലായി, ഒരു സെന്റൻസ്, ഒരു അഡ്ജക്റ്റീവ് വരുന്ന സെന്റൻസ് മാത്രം. ആൻമരിയ ഈസ് എ ബ്യൂട്ടിഫുൾ ഗേൾ, ദിയ ഈസ് എ ഗുഡ് ഗേൾ, ഷോൺ എന്താ പറയുക? ഷോൺ ഈസ് എ സ്മാർട്ട് ബോയ്, ഫെയ്ത്ത് ഈസ് ആൻ ഓണസ്റ്റ് ബോയ്. ഇത്രയും മിസ് പറഞ്ഞു. ഇതൊക്കെ എന്താണ്? പോസിറ്റീവ് ഡിഗ്രിയാണ്. പോസിറ്റീവ് ഡിഗ്രി. സെക്കൻഡ് വൺ നോക്കിക്കോ, the comparative degree is used when we compare two people, events or things. We add er to most adjectives to form their comparative degree. ഇനി ഫെയ്ത്ത് നോക്കിക്കോ. ഫെയ്ത്തിനെ ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞ അവരുടെ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബാക്കി ആൻമരിയൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ കിട്ടിയിട്ടുണ്ട്, നോക്കിക്കോ. ഇനി കമ്പാരിറ്റീവ് ഡിഗ്രി നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? when we use comparative degree, എപ്പോഴാണ് കമ്പാരിറ്റീവ് ഡിഗ്രി യൂസ് ചെയ്യുന്നത്? രണ്ടാൾക്കാരെ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോഴാണ്. രണ്ടാൾക്കാരെ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോഴോ, അല്ലെ രണ്ട് ഈവന്റ്സിനെ എന്തെങ്കിലും പരിപാടിനെയോ കാര്യത്തിനെ കുറിച്ചിട്ട് നമ്മൾ താരതമ്യം ചെയ്യുമ്പോഴാണ് കമ്പാരിറ്റീവ് ഡിഗ്രി നമ്മൾ യൂസ് ചെയ്യുന്നത്. മനസ്സിലായോടാ? മനസ്സിലായി മിസ്. ഓക്കെ മിസ്, ഇപ്പൊ എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പറഞ്ഞ? ആൻമരി ടോൾ അല്ലേ? ടോളസ്റ്റ് അല്ലേ മിസ് പറഞ്ഞത്? ഇനി അതുപോലെ തന്നെ നമ്മൾ അഡ്ജക്റ്റീവിന്റെ കൂടെ ഈ ആർ ചേർത്ത് കഴിഞ്ഞാൽ, എല്ലാത്തിന്റെ അല്ല, മോസ്റ്റ് ഓഫ് ദ അഡ്ജക്റ്റീവ്സിന്റെ കൂടെയും ലാസ്റ്റ് ഈ ആർ ചേർത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ കമ്പാരിറ്റീവ് ഫോം കിട്ടും. ഫോർ എക്സാമ്പിൾ, എലിഫന്റ് ഈസ് എ, ഫെയ്ത്ത് വീഡിയോ ഓഫ് ആക്കി പോകരുത്, ശ്രദ്ധിച്ചു കേൾക്കാൻ. എലിഫന്റ് ഈസ് എ ബിഗ് ആനിമൽ.
ദാറ്റ് ഈസ് എ പോസിറ്റീവ് ഡിഗ്രി. കാരണം എന്താ, എങ്ങനെയുള്ള ആനിമൽ ആണ് ആന? എലിഫന്റ് ഈസ് എ ബിഗ് ആനിമൽ, വലിയ മൃഗമാണ് ഏത്? എലിഫന്റ്. ബിഗ് എന്നുള്ളതാണ് എന്ത് ഫെയ്ത്തെ? ഷോണെ അഡ്ജക്റ്റീവ്. ഇതിൽ അഡ്ജക്റ്റീവ് ഏതാണ്? ബിഗ്. എങ്ങനെയുള്ള മൃഗമാണ് ആന? എങ്ങനെയുള്ള ആനിമൽ ആണ് ആന? ദാറ്റ് ഈസ് എ ബിഗ് ആനിമൽ. ഇനി നമുക്ക് പറയാം, നമുക്ക് ഇനി രണ്ടെണ്ണമായിട്ട് രണ്ട് ആനിമൽസുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാം. എലിഫന്റ് ഈസ് ബിഗർ ദാൻ റാബിറ്റ്. അപ്പൊ ബിഗിന്റെ കൂടെ എന്തായി? ഈ ആറ് കൂട്ടി. മനസ്സിലായോ? ഓക്കെ. Elephant is a big animal. ഒന്നാമത്തെ സെന്റൻസ്. ഇനി രണ്ടാമത്തെ നോക്കോ. Elephant is bigger than rabbit. രണ്ട് സെന്റൻസ് നിങ്ങൾ നോക്കിയേ. ഒന്നാമത്തെ സെന്റൻസിലെ അഡ്ജക്റ്റീവ് ഇതല്ലേ? ബിഗ് അല്ലേ? അല്ലേ? ഒന്നാമത്തെ സെന്റൻസിലെ അഡ്ജക്റ്റീവ് ബിഗ് ആണ്. എലിഫന്റ് ഈസ് എ ബിഗ് ആനിമൽ. ഇനി നമ്മൾ കമ്പയർ ചെയ്തപ്പോ റാബിറ്റുമായിട്ട് അതിനെ കമ്പയർ ചെയ്തപ്പോ അഡ്ജക്റ്റീവിൽ വന്ന മാറ്റം നോക്കിയേ. ബിഗിന്റെ കൂടെ ER കൂട്ടി, ബിഗർ. ഓക്കെ, അതാ ഇവിടെ പറഞ്ഞത്. മോസ്റ്റ് ഓഫ് ദ അഡ്ജക്റ്റീവിന്റെ കൂടെയും ER ചേർത്ത് കഴിഞ്ഞാൽ കമ്പാരിറ്റീവ് ഫോം കിട്ടും. മനസ്സിലായോ? ഇനി നമുക്ക് വേറെ ഒന്ന് എഴുതാലോ. ഇപ്പൊ നമ്മൾ ആരൊക്കെയായിട്ട് കമ്പയർ ചെയ്തു? എലിഫന്റ് ഈസ് ബിഗർ ദാൻ റാബിറ്റുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്തു അല്ലെ? ഇനി മൂന്നാമത് നമുക്ക് നോക്കാം. ഡിയ ഈസ് എ വന്നില്ല അല്ലെ? ഡിയ ഈസ് എ ടോൾ ഗേൾ. Okay, Dia is a tall girl. In the next one, we can do Dia is taller than Anne Maria. Okay. നിങ്ങൾക്ക് മനസ്സിലായോ? ഞാൻ ആദ്യം പറഞ്ഞു ഡിയ ഒരു ഉയരമുള്ള കുട്ടിയാണ്. പിന്നെ ഞാൻ ആരൊക്കെയായിട്ട് കമ്പയർ ചെയ്തു? ഡിയനെ ആൻമരി ആയിട്ട് കമ്പയർ ചെയ്തു. ഡിയ ആൻമരിയെ കാട്ടിലും വലിയ കുട്ടിയാണ്, ഉയരമുള്ള കുട്ടിയാണ്. ഡിയ ഈസ് ടോൾ എന്തായി? ടോളറായി. ER കുട്ടി നമ്മളവിടെ. ഡിയ ഈസ് ടോളർ ദാൻ ആൻമരിയ. ഓക്കെ, മനസ്സിലായോ? ഡു യു ഹാവ് എനി ഡൗട്ട്? മനസ്സിലായില്ലേ? മനസ്സിലായില്ലടോ? മനസ്സിലായില്ല എന്നാണോ ഷോൺ പറഞ്ഞത്? മനസ്സിലായി. നെക്സ്റ്റ് നോക്കിക്കോ. അതിന് താഴെ മൂന്നാമത്തെ ഡിഗ്രി നോക്കിയേ. അവിടെ എന്താ കൊടുത്തിരിക്കുന്നത്? കമ്പാരിറ്റീവിന്റെ. For words with 2 or more syllables, we write more or less before the adjectives. അത് മറ്റേ ലെസ്സും മോർ ഉപയോഗിക്കുന്നതാണ് കേട്ടോ. അത് നമ്മൾക്ക് ചെയ്യുമ്പം പറയാം. ഇപ്പൊ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. തേർഡ് വൺ നോക്കിക്കോ. സൂപ്പർലേറ്റീവ് ഡിഗ്രി. ഏറ്റവും സിമ്പിൾ ആയിട്ടാണ് മിസ് ഇപ്പൊ പറഞ്ഞിരുന്നത്. സൂപ്പർലേറ്റീവ് ഡിഗ്രി എന്താ? ഈ സൂപ്പർലേറ്റീവ് ഡിഗ്രി മൂന്നാമത്തെ ഫോം ഓഫ് കമ്പാരിസൺ ആണ് സൂപ്പർലേറ്റീവ് ഡിഗ്രി. Superlative degree is used when we compare more than 2 people or things. It is formed by adding est the adjective. നമ്മൾ പറഞ്ഞു കമ്പാരിറ്റീവ്. രണ്ടാമത്തെ ഫോമില് ഫെയ്ത്തെ ഡിയ. രണ്ടാമത്തെ ഫോമില് ഓയ് ഡിയ. രണ്ടാമത്തെ കമ്പാരിറ്റീവ് ഫോമിൽ നമ്മള് ER ചേർത്ത് അല്ലെ? അഡ്ജക്റ്റീവിന്റെ കൂടെ നമ്മൾ ER ചേർത്തു. ഇവിടെ നമ്മൾ ചേർക്കുന്നതാണ് EST. ഒന്നാമത്തെ നമ്മൾ ഒന്നും ചേർത്തില്ല. അഡ്ജക്റ്റീവ് അങ്ങനെ തന്നെ എഴുതി, ബിഗ്. രണ്ടാമത്തെ നമ്മൾ ER ചേർത്തു, ബിഗർ ആയി. മൂന്നാമത്തെ നമ്മൾ EST ചേർത്തപ്പോ ബിഗ്ഗസ്റ്റ് ആയി. മനസ്സിലായോ?
ഒന്നാമത്തില് ടോൾ ആയിരുന്നു, രണ്ടാമത്തില് ER ചേർത്ത് ടോളർ ആയി, തേർഡ് വൺ ടോളസ്റ്റ്. മനസ്സിലായില്ലേ? ഡൗട്ട് ഇല്ലല്ലോ? ടോളസ്റ്റ് ആയി. ഓക്കെ, നോക്കിക്കോ. Supreet is the cleverest girl in the class. Supreet is the cleverest girl in the class. അപ്പൊ പറഞ്ഞു, നേരത്തെ നമ്മൾ രണ്ടാളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ER ചേർത്തു. ഇത് രണ്ടിലധികം ആൾക്കാർ വരുന്ന സമയത്താണ് നമ്മൾ ES ചേർക്കുന്നത്. മനസ്സിലായോ? ഇപ്പൊ മിസ് പറഞ്ഞു, ഇപ്പൊ 7th ക്ലാസ്സിൽ ഏറ്റവും ഹൈറ്റ് ഉള്ള കുട്ടി D ആണെന്ന് വിചാരിച്ചോ. 7th ക്ലാസ്സിൽ ഏറ്റവും ഹൈറ്റ് ഉള്ള കുട്ടി ആരാണ്? D ആണെന്ന് നമ്മൾ വിചാരിക്കുന്നു. ഡിയനെയും ആൻമരിയും ആദ്യം ഞാൻ പറഞ്ഞു Dia is a tall girl അല്ലേ? Dia is a tall girl. രണ്ടാമത്തെ ഞാൻ പറഞ്ഞു Dia is taller than ആൻമരിയ എന്ന് പറഞ്ഞു അല്ലേ? സെക്കൻഡ് വൺ മിസ് എന്താ പറഞ്ഞേ? Dia is taller than ആൻമരിയ. കാരണം ആൻമരിയെ കണ്ട് നമ്മൾ രണ്ടാൾ തമ്മിൽ മാത്രമേ കമ്പയർ ചെയ്യുന്നുള്ളൂ. ഇനി ഞാൻ ഈ ഹോൾ ക്ലാസ്സിൽ എത്ര പേരുണ്ട്? എത്ര കുട്ടികളുണ്ട്? 7 പേര് മിനിമം ഇല്ലേ നിങ്ങളുടെ ക്ലാസ്സിൽ? ഉണ്ട് അല്ലേ? ആൻമരിയ ഉണ്ട്, Dia ഉണ്ട്, ഫെയ്ത്ത് ഉണ്ട്, ശ്രേയ ഉണ്ട്, ഷോൺ ഉണ്ട്, ആഷിഖ് ഉണ്ട്, ഇത്രയും പേരുണ്ട്. അപ്പൊ ഇവരെ കാട്ടിലൊക്കെ ബാക്കിയുള്ള 6 ആളിലെ കാട്ടിലും D ആണ് ഹൈറ്റ് ഉള്ളത്. നമ്മൾ എങ്ങനെ പറയാ? എങ്ങനെ നമ്മൾ എഴുതാ? Dia is taller than ആൻമരിയ, ഫെയ്ത്ത്, ഷോൺ, ശ്രേയ, കോമ ഇട്ടിട്ട് എഴുതണോ? വേണ്ട അല്ലെ? ഒറ്റ വേർഡിൽ എഴുതാം. Dia is the tallest in the class. Dia is tallest in the class. Okay, Dia is the tallest girl in the class or in the whole class. മനസ്സിലായോ ഡിഫറൻസ്? എല്ലാവരുടെയും D ആണെന്ന് ഞാൻ മിസ് പറഞ്ഞു. ഇപ്പോ elephant is the biggest animal. Elephant is the biggest animal among other animals or in the world. മനസ്സിലായോ? അല്ലെ? എലിഫന്റ് ഈ ലയണിനെ കാട്ടിലും, ടൈഗറിനെ കാട്ടിലും, റാബിറ്റിനെ കാട്ടിലും, റാറ്റിനെ കാട്ടിലും, ഈ ക്യാറ്റിനെ കാട്ടിലും, ഡോഗിനെ കാട്ടിലും ഒക്കെ കോമ ഇട്ട് എഴുതണോ? വേണ്ട. ഇപ്പൊ എന്താ എഴുതിയാ മതി? എലിഫന്റ് ഈസ് ദ ബിഗ്ഗസ്റ്റ് ആനിമൽ. മനസ്സിലായോ മക്കൾക്ക്? ഡൗട്ട് ഇല്ലല്ലോ? അപ്പൊ അത്രയും കാര്യമേ അവിടെ പറയുന്നുള്ളൂ. ആ ബോക്സിൽ പറഞ്ഞ അത്ര മാത്രമേ ഉള്ളൂ. അത്ര പോരെ കാര്യം മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി താഴെ പറഞ്ഞിരിക്കുന്നത് മോൺമോറൻസി വാസ് ദ ലീസ്റ്റ് ഹെൽപ്ഫുൾ. നമ്മൾ നേരത്തെ ലീസ്റ്റ് മോർ ഉപയോഗിക്കേണ്ട കാര്യം പറഞ്ഞു അല്ലെ? ഫോർ വേർഡ്സ് വിത്ത് 2 or more syllables we write most or less before the adjectives. Montmorency was the least helpful of the packers. Montmorency was the least helpful of the packers. Good and bad are the examples that have irregular comparatives and superlatives. Good, better, best. അതിന്റെ കമ്പാരിറ്റീവും സൂപ്പർലേറ്റീവും പോകുന്നത് എങ്ങനെയാണ്? ഗുഡ്, ഗുഡർ, ഗുഡസ്റ്റ് എന്നാണോ? അല്ല അല്ലേ? അതിന് സെപ്പറേറ്റ് വേർഡ് ഉണ്ട്. എന്താ? ഗുഡ്, ഗുഡർ, ഗുഡസ്റ്റ് ഒന്നും എഴുതിയേക്കരുതേ. ഗുഡ്, രണ്ടാമത്തത് ബെറ്റർ, തേർഡ് വൺ ബെസ്റ്റ്. നിങ്ങൾക്ക് ഈ ഗൂഗിൾ അടിച്ചു കൊടുത്താൽ കിട്ടും. ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് വേർഡ്സും അതിന്റെ 3 ഫോംസും കാണാൻ വേണ്ടി പറ്റും. അപ്പൊ അതെടുത്ത് നിങ്ങൾ 2-3 പ്രാവശ്യം വായിക്കുന്നതും ഒരു 5 എണ്ണം വെച്ച് ഓരോ ദിവസം പഠിക്കുന്നതും ഒക്കെ നല്ല കാര്യമാണ്. ഓക്കെ, ഇതിൽ നിങ്ങൾക്കൊരു ഗ്രാമറിന്റെ ബുക്ക് ആക്കുന്നത് നല്ലതാണ്. ആ ബുക്കിന്റെ ഒരു സൈഡിൽ നിങ്ങൾക്ക് ഈ ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ വേർഡ്സ് നിങ്ങൾ പഠിച്ചത് മാത്രം എഴുതി വെക്കുന്ന ഒക്കെ നല്ല കാര്യമാണ്. ഒരു 5 or 10 ഒരു ദിവസം പഠിക്കുന്നതിൽ വിഷമമില്ലല്ലോ. ഇപ്പൊ തന്നെ ഒന്ന് പഠിച്ചില്ലേ? ഗുഡ്, ബെറ്റർ, ബെസ്റ്റ്. സെക്കൻഡ് വൺ ബാഡിന്റെതും അതുപോലെ തന്നെയാണ്. ബാഡ്, വേഴ്സ്, വേഴ്സ്റ്റ്. ബാഡ്, വേഴ്സ്, വേഴ്സ്റ്റ്. അപ്പൊ ഇത്രയും കാര്യം നിങ്ങളുടെ തലയിൽ കയറിയോ? ഓക്കെ, മനസ്സിലായില്ലേ? യെസ്. ദെൻ യൂസ് ഗ്രാമർ. യൂസ് ഗ്രാമർ അതൊന്ന് വായിച്ചേ ആൻമരിയ. When a survey was conducted amongst 100 people on the popularity of some programs on television, these were the figures that came up. A. The number of people who like comedy shows, 90/100. B. The number of people who like quiz programs, 60/100.
C. The number of people who like musical shows, 70 by 100. These figures can be interpreted in the following ways. These programs are popular. Musical shows are more popular than quiz programs. Comedy shows are the most popular television programs. മനസ്സിലായോ? Now, മതി മതി മോനെ മതി. അപ്പൊ ഇപ്പൊ വായിച്ചത് മനസ്സിലായോ? താഴെ കൊടുത്തിരിക്കുന്നത് എന്താണ്? ഒരു സർവേ നടത്തിയപ്പോ when a survey was conducted among 100 people on the popularity of some programs on television, there were the figures that come. അപ്പൊ ടെലിവിഷൻ ഷോസിനെ കുറിച്ചിട്ടുള്ള ഒരു സർവേ നടത്തിയപ്പോ 100 ആൾക്കാരിൽ എത്ര പേർക്ക് കോമഡി ഇഷ്ടമാണ്, എത്ര പേർക്ക് ക്വിസ് ഇഷ്ടമാണ്, എത്ര പേർക്ക് മ്യൂസിക്കൽ ടാലന്റഡ് ഷോ ഇഷ്ടമാണെന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു കുറിപ്പ്, ഒരു കണക്ക് താഴെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതെങ്ങനെ നമ്മൾ ഇപ്പൊ പഠിച്ച സൂപ്പർലേറ്റീവും കമ്പാരിറ്റീവും പോസിറ്റീവും വെച്ചിട്ട് പറയാമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നോക്കാം. ദ നമ്പർ ഓഫ് പീപ്പിൾ ഹു ലൈക്ക് കോമഡി ഷോസ് എത്രയാണ്? 90 by 100 ആണ് അല്ലെ. 100-ൽ 90% ആൾക്കാർക്കും ഏതാണ് ഇഷ്ടം? കോമഡിയാണ് ഇഷ്ടം. ഇനി 100-ലെ 60% ആൾക്കാർക്ക് ഏതാണ് ഇഷ്ടം? ക്വിസ് പ്രോഗ്രാംസ് ആണ് ഇഷ്ടം. ഇനി ദ നമ്പർ ഓഫ് പീപ്പിൾ ഹു ലൈക്ക് മ്യൂസിക്കൽ ഷോസ്, 100 ആൾക്കാരില് 70% ആൾക്കാർക്ക് ഏതാണ് ഇഷ്ടം? മ്യൂസിക്കൽ ഷോസ് ആണ് ഇഷ്ടം. എന്റെ മക്കൾക്ക് മനസ്സിലായോ? മിസ് ഇപ്പൊ വായിച്ചത് മനസ്സിലായില്ലേ? വായിച്ചത് മീൻസ് ടെക്സ്റ്റിലുള്ള കാര്യമാണ് മിസ് പറഞ്ഞത്. അപ്പൊ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് ഏതാണ് ഇഷ്ടം? ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഏതാണ് ഇഷ്ടം? കോമഡിയാണ് ഇഷ്ടം. അതിന് തൊട്ട് താഴെ ഏതാ ഇഷ്ടം? മ്യൂസിക്കൽ ഷോസ് ആണ് ഇഷ്ടം. എന്നെ നോക്കിയിരിക്കരുത് ഡിയാ, ടെക്സ്റ്റ് ബുക്ക് നോക്കണം. അല്ല ക്വിസ് അല്ലേ? അല്ല, 70 by 100 അല്ലേ? 60 by 100-നെക്കാട്ടിലും വലുത്. 100-ലെ 70% ആൾക്കാർക്കും എന്ത് തന്നെ ഇഷ്ടം? മ്യൂസിക്കൽ ഷോസ് ആണ് ഇഷ്ടം. ക്വിസ് ഇഷ്ടപ്പെടുന്ന 60 ആൾക്കാർക്ക് മാത്രമാണ്. അപ്പൊ അതാണ് താഴെ പറഞ്ഞിരിക്കുന്നത്. ക്വിസ് പ്രോഗ്രാംസ് ആർ പോപ്പുലർ അല്ലെ, ഏറ്റവും ജനകീയതം. ഓക്കെ, ക്വിസ് പ്രോഗ്രാംസ് ആർ പോപ്പുലർ. ക്വിസ് പ്രോഗ്രാംസ് എന്താണ്? പോപ്പുലർ എന്ന് പറഞ്ഞാൽ ജനകീയമാണ്. ഇനി സെക്കൻഡ് വൺ നോക്കിക്കോ. മ്യൂസിക്കൽ ഷോസ് ആർ മോർ പോപ്പുലർ ദാൻ ക്വിസ് പ്രോഗ്രാംസ്. നമ്മൾ ഒന്ന് പറഞ്ഞു, ക്വിസ് പ്രോഗ്രാംസ് ആർ പോപ്പുലർ. സെക്കൻഡ് സെന്റൻസ്, മ്യൂസിക്കൽ ഷോസ് ആർ മോർ പോപ്പുലർ ദാൻ ക്വിസ് പ്രോഗ്രാംസ്. മ്യൂസിക്കൽ ഷോസ് ആണ് ഏതിനെക്കാട്ടിലും? ക്വിസ് പ്രോഗ്രാംസിനെക്കാട്ടിലും പോപ്പുലർ. അതെങ്ങനെ എഴുതിയിരിക്കുന്നത്? മ്യൂസിക്കൽ ഷോസ് ആർ മോർ പോപ്പുലർ. മനസ്സിലായോ? ഇറ്റ് ഈസ് മോർ പോപ്പുലർ ദാൻ ക്വിസ് പ്രോഗ്രാംസ്. ഇനി ലാസ്റ്റ് സെന്റൻസ് നോക്കിയേ. കോമഡി ഷോസ് ആർ, ആൻ മരിയ, വാട്ട് ആർ യു ഡൂയിങ് ദർ? തട്ടിപ്പുണ്ടാ? ഓക്കെ ഓക്കെ, എന്നെ തന്നെയാണ് ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുന്നോണ്ട് ചോദിച്ചതാ മിസ്. തേർഡ് വൺ, കോമഡി ഷോസ് ആർ ദ മോസ്റ്റ് പോപ്പുലർ ടെലിവിഷൻ പ്രോഗ്രാംസ്. അപ്പൊ ഏറ്റവും കൂടുതൽ അല്ലെ ക്വിസ് പ്രോഗ്രാംസിനെക്കാട്ടിലും മ്യൂസിക്കൽ പ്രോഗ്രാംസിനെക്കാട്ടിലും ഏറ്റവും കൂടുതൽ പോപ്പുലർ ഏതാണ്? കോമഡിയാണ് അല്ലെ. അപ്പൊ അതെങ്ങനെ എഴുതിയിരിക്കുന്നത്? കോമഡി ഷോസ് ആർ ദ മോസ്റ്റ് പോപ്പുലർ ടെലിവിഷൻ പ്രോഗ്രാംസ്. മോസ്റ്റ് പോപ്പുലർ. ഓക്കെ, മോറും മോസ്റ്റും. മോസ്റ്റിന് ശേഷം അപ്പുറത്തേക്കില്ല, ഏറ്റവും കൂടുതൽ മോസ്റ്റ് ആണ്. ഇനി നെക്സ്റ്റ് നോക്കിയേ. നൗ ഇന്റർപ്രറ്റ് ദ ഫോളോയിങ് ഡാറ്റ യൂസിംഗ് ദ 3 forms of adjectives given in the brackets. ഇത് നോക്കിക്കോ. താഴെ ഇപ്പൊ ചെയ്തതുപോലെ തന്നെ താഴെ തന്നിരിക്കുന്നത് വായിച്ചിട്ട് 3 types of comparison വെച്ച് നമ്മളോട് എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. മിസ് വായിക്കാം. Temperature in Delhi during the month of May. മെയ് മാസത്തിലെ ടെമ്പറേച്ചർ, ഡൽഹിയിലെ ടെമ്പറേച്ചർ ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. 16 മെയ്യില് 2010 45.4 ഡിഗ്രി സെൽഷ്യസ്. മെയ് 16 മെയ് 2010 മെയ് 16-ന് 45.4 സെൽഷ്യസ് ആണ്. ഇനി ബി 16 മെയ് 1950, നേരത്തെ 2010 പറഞ്ഞു,
1950 മെയ് 16 41 സെൽഷ്യസ് ആണ്. സോറി 41 സെൽഷ്യസ് ആണ്, 41 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇനി 2000 മെയ് 16 42.2 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇനി സെക്കൻഡ് വൺ, ദ ഒപ്പീനിയൻ ഓഫ് 100. ഓക്കെ, ആദ്യം നമ്മൾക്ക് ഇത് പറയാം അല്ലെ. ഒന്നാമത്തത് പറയാം. എങ്ങനെ പറയാം? ഒന്നത് പറയാൻ പറ്റുമോ നോക്കിയേ. അവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്ന വേർഡ് ഏതാണ്? ഹൈ ആണ്. വേർഡ് അല്ല, അത് എന്താണ്? വേർഡ് ആണ്. അഡ്ജക്റ്റീവ് ഏതാണ്? ഹൈ ആണ്. ഹൈ. ഓക്കെ, അപ്പൊ നോക്കിയേ. ദ ടെമ്പറേച്ചർ ഇൻ ഡൽഹി ഡ്യൂറിംഗ് മെയ് വാസ് ഹൈ ഇൻ 1950 at 41 ഡിഗ്രി സെൽഷ്യസ്. ഏറ്റവും കുറവ് ഏതായിരുന്നോ? ഏറ്റവും കുറവാണ് ആദ്യം എഴുതേണ്ടത്. 1950 മെയ് 16 ഏറ്റവും കുറവ് 41 ഡിഗ്രി സെൽഷ്യസ് അല്ലേ? അപ്പൊ എങ്ങനെ എഴുതാം? The temperature in Delhi during May was high in 1950 at 41 degree Celsius. Second one, the temperature in Delhi during May was higher. High മാറി. എവിടെയാ? എന്തായി? Higher than. Higher in 2000 at 42.2 Celsius than 1950. മനസ്സിലായോ? Next, the temperature in Delhi during May was highest in 2010 at 45.4 degrees Celsius. Highest ആയില്ലേ? ഏറ്റവും കൂടുതൽ ഏതായിരുന്നു? പിന്നെ നമ്മൾക്ക് ഏതും കമ്പയർ ചെയ്ത് ഒന്നും എഴുതണ്ട അല്ലെ? മനസ്സിലായില്ലേ? നമ്മൾക്കത് എഴുതാം. മിസ് നോട്ട് തരാം. ഇനി നമുക്കൊരു പീരീഡും കൂടി കിട്ടുന്നുണ്ടെങ്കിൽ നല്ലതായിരുന്നു അല്ലെ? ഇന്ന് ഇനിയിപ്പോ സയറ്റിസ്റ്റ് പീരീഡ് ഇല്ലല്ലോ നിങ്ങൾക്ക്. സയറ്റിസ്റ്റ് ഇന്ന് ക്ലാസ് ഇല്ലല്ലോ. ഇല്ല. ഇനി സെക്കൻഡ് വൺ നോക്കിയ ടെക്സ്റ്റ് ബുക്കിലെ ദ ഒപ്പീനിയൻ ഓഫ് 100 യങ്സ്റ്റേഴ്സ് അബൌട്ട് റിസ്ക് ഇൻവോൾവ്ഡ് ഇൻ അഡ്വഞ്ചർ സ്പോർട്സ്. ഡേഞ്ചറസ് എന്നുള്ള വേർഡിനാണ് നമ്മൾ എഴുതേണ്ടത്. റിവർ റാഫ്റ്റിംഗ് 70/100. എന്താണോ അത്? സെക്കൻഡ് വൺ നിങ്ങൾക്ക് അറിയാവുന്ന വേർഡാണോ അത്? ഐ എം നോട്ട് ഫെമിലിയർ വിത്ത് ദാറ്റ് വേർഡ്. ഓക്കെ, bungee jumping 83/100 and C rock climbing 50/100.